എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ പേര് പറയാം, ക്ഷേത്രത്തിൻ്റെ പേര് പറയാം. അങ്ങനെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, നമ്മുടെ ഈ ഉലകൂടലോട് ഈ അച്ചാറെടുത്തോണ്ട് പോയേ? ഇല്ല ഇല്ല, അതെ, ഞാൻ ഒരു പ്രസംഗം ഒന്ന് പറഞ്ഞു തരട്ടെ. ഇത് മാറ്റി ഇതിരുന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. തങ്കം, ഞാൻ ആ വാക്കേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ അതെ അതെ, നമ്മുടെ ഈ ഉലകുടയ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തില് നമ്മളെ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം പണിയാൻ തോന്നിയതിൽ ഞാൻ ഈ ക്ഷേത്ര ഭാരവാഹികളോട് വളരെ നന്ദി പറയുകയാണ്. വിളിച്ചോ നിങ്ങളെ? ആലോചിക്കാന്ന് പറഞ്ഞത് അത് സമയത്തെക്കുറിച്ച് സമയം ചിലപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും എന്ന് പറയാം. എന്നെ വിളിക്കാതെ പിന്നെ മുഖ്യ പ്രഭാഷകൻ ഞാനാണ്. നിനക്കെന്തേ നിനക്ക് പെരുമാൾ തമ്പുരാൻ ക്ഷേത്രം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയാം. കുറെ നേരമായില്ലേ? പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പണിക്ക് കുറെ പൈസ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ എന്റെ ബ്ലേഡുകാരനുണ്ടല്ലോ, രാധാകൃഷ്ണൻ, അവന്റെ ഒരു സൈഡ് തളർന്ന് കിടപ്പിലായി. അയ്യോ, എപ്പോ എന്ന് പറഞ്ഞാൽ ഇത് 2 ദിവസമായി. സംഭവം പറഞ്ഞില്ലേ, സ്ട്രോക്ക്. നല്ലത് ചെയ്യണം മനുഷ്യനായ. ഭയങ്കര കൊള്ള പലിശക്കാരനാണ്. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ മറ്റേ തട്ടുകടന്ന മധുവിൻ്റെ കടയിൽ പോയിട്ട് എന്തോ പലിശ മുടങ്ങിയെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന വടയും മറ്റേ ദോശയും ചമ്മന്തിയൊക്കെ വാരി കിട്ടിക്കൊണ്ടുപോയി അവൻ വീട്ടിൽ. പിന്നെ ഇതൊക്കെ ദൈവം മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കില്ലേ. പൈസയ്ക്ക് വേണ്ടി എന്ത് കൊള്ളരുതായും കാണിച്ചാൽ ദൈവം സഹിക്കുമോ? അവനിങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നാല് ഇനിയിപ്പം ചോദിക്കാക്കൂല, ഓർമ്മ കൂടെ പോയാ അല്ലാതെ ഇവനെയൊക്കെ പിന്നെ എന്താ പറയണം? ആ അളിയാ, ഓ ഒന്ന് ഇറങ്ങി വന്നേ. സാർ എന്താ പറഞ്ഞോളിയാ? അവന്റെ ചെരുപ്പിൽ ചെളി. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വർത്താനം പറയാം. അകത്ത് കയറണ്ടല്ലോ, വേഗം ഇങ്ങോട്ട് വരണം. ഓ അളിയ, ഞാൻ വന്നതേ അളിയ, നമ്മുടെ മറ്റേ സെൽവാൻ മാച്ചില്ലേ മറ്റേ പാൽക്കാരൻ, അളിയ അവന്റെ വീട്ടില് ഒരു എരുമ നിൽക്കുന്നു. എന്റെ അളിയ ആ എരുമയെ പേപ്പട്ടി അടിച്ചെന്ന്. അതുകൊണ്ട് അവൻ ആ എരുമ എങ്ങനെ എത്ര അപ്പൊ പിന്നെ ഇനി അവന്റെ പാല് വാങ്ങിക്കണവരടുത്തൊക്കെ പറയണം, ഇനി ആ പാല് വാങ്ങല്ലത്, പേപ്പട്ടി അടിച്ചാൽ കുഴപ്പമാണോ? ഇവിടെ പാലിന്റെ കാര്യമൊന്നുമല്ല. പിന്നെ എന്റെ അളിയ അവൻ അതിനെ മറച്ച് വിൽക്കാനുള്ള പരിപാടിയാണ്. അവൻ ആകെ പേടി. നീ കൂടെ നിൽക്കുന്ന ഈ പേപ്പട്ടി കടിച്ചല്ലേ, അതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന എരുമയ്ക്കും പോത്തിനും മറ്റുള്ള പശുവിനൊക്കെ പേള പോകുന്ന അവന് പേടി. എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുവാണെന്ന്. നമ്മളിതിനെ എവിടെ കൊണ്ടിട്ട് ഒഴിവാക്കായി? എൻ്റെ അളിയെ ചെറിയ പൈസ കൊടുത്താൽ സാധനം കിട്ടും. എന്നിട്ടെന്തുവാ, നല്ല ഇറച്ചിക്ക് വിൽക്കാൻ കൊടുക്കണം നമ്മളാ. പിന്നെ അല്ലാതെ എൻ്റെ അളിയ 1 കിലോ പോത്തിന്റെ വില എത്രയാണെന്ന് അറിയാമോ? എനിക്ക് 360 രൂപ എടുപ്പം. ആ പിന്നെ ഞാൻ വാങ്ങിക്കുമ്പോൾ 250 രൂപയായിരുന്നു. എന്ന് കുറെ നാളായി. കഴിഞ്ഞ ക്രിസ്മസിനല്ലേ? അല്ല, അപ്പൊ ഈ ഇവനിപ്പോ എത്ര രൂപ ചോദിക്കണത്? എൻ്റെ അളിയാവൻ 10,000 രൂപയാണ് ചോദിച്ചത്. 10,000? പേപ്പട്ടി അടിച്ച പോത്തിന് ഒരു 30 രൂപ കൊടുക്കാന്ന് പറ. ഈ പേപ്പട്ടി അടിച്ച പോത്തിന് ആരാ ഈ പൈസക്കൊക്കെ എടുക്കണത്? എൻ്റെ അളിയ അതൊക്കെ ഞാൻ അവനെ വെറൈറ്റി വാങ്ങിച്ചോളാം. നിനക്ക് 2,500 രൂപ റെഡിയാക്കി തരാൻ പറ്റുമോ? 2,500 റെഡിയാക്കിയാൽ നമ്മളിത് എങ്ങനെ വിൽക്കണം? എങ്ങനെ വിൽക്കും? അളിയ എൻ്റെ കയ്യിൽ എടുക്കാൻ ആളുണ്ടെന്ന്. എത്ര രൂപയ്ക്ക് പോകും? അളിയ ഒരു 10-25,000 രൂപയ്ക്ക് നമുക്ക് അടിക്കാം. പിന്നെ പോവോ? അളിയ അത് നല്ല മതിപ്പുള്ള ഒരു സാധനം. അളിയ നല്ല വെയിറ്റ് ഉണ്ടാവും. 100-200 കിലോ കുറയാതെ കാണുമെന്ന്. അപ്പം നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. ലാഭം കിട്ടുമല്ലേ? പിന്നെ നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാനുള്ള ആൾ നിന്റെ ഉണ്ടല്ലോ. ഉണ്ട് അളിയ. അളിയ എങ്ങനെയെങ്കിലും ചെച്ച് പൈസ റെഡിയാക്കുക. എൻ്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട്. നമ്മൾ ഇന്ന് പോകണോ? അതാ ഇപ്പൊ രാത്രി കൊണ്ടു കൊടുക്കാം? വേണ്ട, നമുക്ക് രാവിലെ കൊടുക്കാം. രാവിലെയാ? രാവിലെ കൊടുത്താൽ മതി. രാവിലെ കൊടുത്താൽ മതി. പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം. പൈസയൊക്കെ ഇവിടെ ഉണ്ട്, അത് മറിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷേ മറിച്ച് നമ്മൾ അടിച്ച ലാഭം കിട്ടുമല്ലേ? കിട്ടൂലേ? പിന്നെ നീ എന്താ പറയാ? മാന്യമായൊരു ലാഭം
ലാഭം കിട്ടുമെങ്കിൽ പിന്നെ നമുക്ക് മറിച്ചടിച്ചൂടെ? ആ മറിച്ചടിക്കാം. മറിക്കാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ സമൂഹത്തിൽ അന്തസ്സായിട്ടുള്ള ജോലിയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ വിളിച്ച് പരമാവധി താത്ത് വയ്ക്ക്. 10,000 രൂപയ്ക്കൊന്നും കച്ചവടമില്ല. നീ പറഞ്ഞ 2,500 ആണെങ്കിൽ നമുക്ക് എടുക്കാം. എന്റെ അളിയെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. നീ പോയി സംസാരിച്ചവനെ വേരട്ടി അവനെ ഇവിടുന്ന് ഓടിക്കാനുള്ള പരിപാടി ഞാൻ നോക്കും. പറയണം, ഇത് തമിഴ്നാടല്ല കേരളമാണ്, ഇവിടെ നിയമങ്ങളൊക്കെ പ്രശ്നമാണെന്നല്ലോ പറഞ്ഞ് വിരട്ടിക്കും. അത് ഞാൻ പറഞ്ഞോളാം അളിയാ. അല്ലെങ്കിൽ ധൈര്യമായിട്ട് ആലും നീ കാശ് റെഡിയാക്കി വെച്ചോ, രാവിലെ വരും പൈസ വേണം. ഇത് എൻ്റെ അത് മറക്കാലോ. എൻ്റെ ഇരിപ്പുണ്ട്. ഉണ്ടല്ലോ, ഉണ്ടാ. ഓ, നീ പോയി ബാക്കി കാര്യങ്ങൾ ഏർപ്പാടാക്കും. അപ്പൊ ശരി, ഞാൻ പോട്ടെ. പോ. അപ്പൊ എല്ലാം പറഞ്ഞു കണക്ക്. നീ ഇറച്ചിക്കാരനെ എല്ലാം പറഞ്ഞ് സംസാരിച്ച് വെച്ചോണം. ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഈ അനുസാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കോളും കൊണ്ട് വരണത് ചില സമയത്ത് നോക്കിയാൽ നമ്മളെ ദൈവം തന്നെയാണ്. Alien versus Alien.